പയ്യേരി ഫറോക്കിന്ന് മെഡിക്കൽ കോളേജ് വരെ പോകുന്നതാണ്. കുന്നത്തുപാലം വഴിയാണ് മെഡിക്കൽ കോളേജ് പോകുന്നത്. നമ്മളൊരു ചങ്ക് പ്രോണിന്റെ ഓണർ വേറെ ആരും കേട്ടോ, നമ്മളെ സന്ദീപേട്ടൻ തന്നെ. ആളാണ്ട് ഇതിന്റെ ഓണർ, ഒരു രക്ഷയില്ലാത്ത ഇത് ബാസിത്ത് ആളെനിക്ക് ഒരുപാടായിട്ട് മെസ്സേജ് ചെയ്യുന്ന ആളാണ്. ഇത് മനാഫ് കേട്ടോ, എന്തായാലും രക്ഷയില്ലാത്ത ടീംസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ സന്ദീപേട്ടനെ കണ്ട് സന്ദീപേട്ടനെ തന്നെ ലോഗോ കൊടുത്തിട്ടോ, കാരണം ഒരുപാടായിട്ട് ലോഗോ ചോദിക്കുന്നത് ബാസിത്താണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ലോഗോ ബാസിത്തിനെ കൊടുക്കും. അങ്ങനെ നേരെ ബാസിത്തിനെ കൊടുത്തു. ആളൊരു രക്ഷയില്ലാത്ത മുതലുണ്ട്. എനിക്ക് ഒരുപാടായിട്ട് മെസ്സേജ് ചെയ്യുന്നതാണ് ബാസിത്, ഒരു ജാടയില്ലാത്ത ചെങ്ങയ്യട്ടോ. അങ്ങനെ ബാസിതിനെ കൊണ്ട് തന്നെ ലോഗോ ഒട്ടിപ്പിച്ച് ഞാൻ പറഞ്ഞു ലോഗോ ഇങ്ങനെ ഒട്ടിക്കേണ്ടത് ബാസിതനെ ഒട്ടിക്കട്ടെ, കാരണം ഓന്റെ അവകാശമാണ്. കാരണം ഓനാണ് എൻ്റെ അടുത്ത് ലോഗോ ചോദിക്കുന്നത് ഒരുപാടായിട്ടോ. എന്തായാലും ആളെ മുഖത്തന്നെ അത് ചീരിണ്ടല്ലേ, അത് മതി, അത് വേറെന്താ വേണ്ടല്ലേ. എന്തായാലും രക്ഷയില്ലാത്ത ടീമാട്ടോ. ബാസി ഉള്ളിലൊരു ലോഗോ ഒട്ടിച്ചിട്ടോ. ഞാൻ പറഞ്ഞു ബാസി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് എവിടെ ഒട്ടിച്ചോന്നാണ്. എന്തായാലും രക്ഷയില്ലാത്ത മുതലാണ്. അങ്ങനെ കുറെ നേരം ഞങ്ങൾ സംസാരിച്ച് വണ്ടി ഉണ്ടല്ലോ ഒരു രക്ഷയില്ലട്ടോ, ലുക്ക് തന്നെ. ഈ ട്രിപ്പ് അവർ ഫറോക്ക് ചാലത്തേക്ക് പോകുന്നുട്ടോ. അടുത്ത ലോകത്തെ നമ്മളെ ഷാദുക്ക് തന്നെ ഒട്ടിച്ചിട്ടോ. എന്തായാലും ആളുടെ ചിരി ഉണ്ടല്ലേ, അത് മതി, വേറൊന്നെ വേണ്ടല്ലേ. പയ്യേരിക്ക് വേറൊരു വണ്ടിയും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ആ മുതൽ. ഇതിനകത്തൊരു വെറൈറ്റി മനുഷ്യണ്ട്, വേറെ അല്ല, സിദ്ദിഖ. ആള് പോകുന്ന ഈ റൂട്ടിൽ ആളെന്നെ സ്വന്തമായിട്ട് ടൈമും കാര്യങ്ങളൊക്കെ അടിച്ചൊരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെങ്കിലും ടൈമും കാര്യങ്ങളും ചോദിച്ചാൽ അപ്പൊ തന്നെ സിദ്ദിഖ വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുക്കട്ടോ. അപ്പൊ ഞാൻ സിദ്ദിഖ എനിക്ക് നിങ്ങൾ വിസിറ്റിംഗ് കാർഡ് തരുമോ, ടൈം അറിയാനെന്ന് പറഞ്ഞു. സിദ്ദിഖ ഉണ്ടല്ലേ അത് തന്ന്. അപ്പൊ ഇതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും അത് ചക്കുംകട വരെ പോകുന്നതാണ് ഫറോക്ക് കേട്ടോ. അപ്പൊ ആരെങ്കിലും ആ റൂട്ടിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അതെ ടൈമും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്തായാലും രക്ഷയില്ലാത്ത മുതലാണോ. പിന്നെ സിദ്ദിഖാനോട് വേറെ അല്ല താഴ്താണോ. ആള് ചായ കുടിക്കാൻ പോയി, അതുകൊണ്ട് ആളെ കിട്ടിയിരുന്നില്ല. ആള് വന്നപ്പോ തന്നെ നമ്മളൊരു വീഡിയോ എടുത്തിട്ടോ. എന്തായാലും രക്ഷയില്ലാത്ത മുതൽ. അവരൊക്കെ മുഖത്തന്നെ അത് ചീരിണ്ടല്ലേ, അത് മതി, വേറെന്താ വേണ്ടല്ലേ. എന്തായാലും ഇവരെ കാണണമെങ്കിൽ എല്ലാവരും സംസാരിക്കണം കേട്ടോ.